ഇന്നത്തെ കഥ ഡോക്കുഡാക്കു കോട്ടയിലെ ന്യൂ ഇയർ ആശംസകൾ. പറഞ്ഞതുപോലെ ചെയ്താ മതിയല്ലോ. പക്ഷേ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അതെ, താനത് ചെയ്തു കഴിഞ്ഞാൽ അലുവ മേടിച്ചു തരാന്ന് പറഞ്ഞത് ഞാനല്ലേ. അലുവ മേടിച്ചു തരുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും നുണ പറയാറില്ല. ഞാൻ ചെയ്യാം. പക്ഷെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങുന്നിന്റെ ആ കുതിര എനിക്കൊന്ന് കടവായിട്ട് തരേണ്ടി വരും. തരാം. വളരെ നന്ദി. ഇനി ഞാൻ അങ്ങൊന്നിന് കാണിച്ചു തരാം. ടകടാ 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 ടകടാ. അങ്ങനെയൊന്നും അല്ലടോ. മേന്ന് കരയാണ്. ഇതെന്താടാ വാടോ? അപ്പൊ സായി എന്റെ കുതിരയെ അപമാനിച്ചാലുണ്ടല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് കുഴപ്പമില്ല. മര്യാദക്ക് ചെയ്യണോ? എന്റെ ദൈവമേ, ഈ വർഷത്തെ സൗന്ദര്യ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കണേ. സെൻസൈ എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? അതൊന്നുമില്ല. ഞങ്ങള് കേട്ടായിരുന്നു. സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് ആവണമെന്നല്ലേ പ്രാർത്ഥിച്ചത്? റാൻറ്ററോ, കിരിമാറു, ഷിംബെ, ഈ വേഷം കെട്ടിക്കൊണ്ടാണ് സെൻസൈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോണത്. നല്ല കോമാളികളുടെ മത്സരത്തിലാണ് പങ്കെടുക്കാൻ പോകുന്നെങ്കിൽ ചിലപ്പോ ഒന്നാം സമ്മാനം കിട്ടിയേക്കും. ഡോയ് സാറേ, ഈ കുട്ടികളെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? അതുണ്ടല്ലോ, ആ ന്യൂ ഇയർ ആശംസ കൊടുക്കാൻ വേണ്ടി പോയ നിഞ്ചയുടെ പുറകെ ഞാനൊന്ന് പോയതായിരുന്നു. അവിടെ വെച്ച് ഇവരുടെ അമ്മ എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞു. എന്നിട്ട് അവരെന്നെ ഇവരുടെ വീട്ടിലേക്ക് ഭക്ഷണം തരാൻ വേണ്ടി കൊണ്ടുപോയി. ഈ അന്വേഷണം അതീവ രഹസ്യമായിരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ? അതെന്താ? അത് ഹപ്പൂസായി നൃത്തം. ഹപ്പൂസായി നൃത്തം. ഹപ്പൂസായി നിർത്തുമോ? ഹപ്പൂസായി അവനെ തന്നെ എല്ലായിടത്തും വലിയ ആളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് അയാളാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്നാ. അങ്ങനെയാണെങ്കിൽ യമഡ ഡെങ്കോയുടെ വേഷത്തിൽ പോയി ഞാൻ അവനെ പറ്റിയായിരിക്കും അന്വേഷിക്കുന്നത്. യമഡ ഡെൻക്ക് അതൊന്നും ചെയ്യണമെന്നില്ല. ഇതിന് നമുക്ക് റാൻഡറോനെയും കിരിമാരോയും ഷിംബേനെയും അയക്കാം. അതെന്താ ഞാൻ പോയാ കുഴപ്പം? എനിക്ക് ഈ വേഷത്തിൽ നിങ്ങൾ പോയിട്ട് ആ ഡാൻസ് കളിക്കുന്ന കാഴ്ച കാണാൻ വയ്യ. റാൻഡാറോ, കിരിമാറു, ഷിംബെ, നിങ്ങൾക്ക് റാങ്കോയും കിക്കിരോയും ഷിങ്കോയും ആകാനുള്ള സമയമായി. അയാൾക്കങ്ങ് വേഷം കിട്ടിയ പോരെ, നമ്മളെ കൂടി വേഷം കെട്ടിക്കുന്നത് എന്തിനാ? ഇതൊക്കെ യമഡ സെൻസയ്ക്ക് ഒരു രസാന്നാ തോന്നുന്നത്. പെൺകുട്ടികളുടെ വേഷം കിട്ടിയ എങ്ങനെ ആർക്കും സംശയം തോന്നില്ല എന്നാ സെൻസൈ പറഞ്ഞത്. കിരിക്കോ, എന്തു പറ്റി? ഈ ഹപ്പോസായി പാവയുടെ ഉള്ളില് ലോക്കുട്ടാക്കിയുടെ ഒരു നിഞ്ചയാണുള്ളത്. ഡോക്കിനോ രാജ്യത്തെ കിനോഷിറ്റ. ഡോക്കിനോ രാജ്യത്തെ കിനോഷിറ്റയാണോ അതിന്റെ ഉള്ളില്? അങ്ങനെയാണെങ്കിൽ അത് ഷിൻകോ നോക്കിക്കോളൂ. ഡോക്കുട്ടാക്കിയിലെ ഹപ്പോ നൃത്തക്കാര, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ന്യൂ ഇയറിനുള്ള സന്ദേശങ്ങൾ അയച്ചിട്ട് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നേ? ഞാനും കണ്ടു, നിന്നെ കണ്ടു, കിരിമാറുബോയ്. വെറുതെ നോണ പറയല്ലേ ചേട്ടാ. കണ്ടാലിപ്പം എന്താ? ഞാനൊരു പാവം കുഞ്ഞല്ലേ. ഇനി രക്ഷയില്ല. വേഷം മാറി നീ വന്നാലും ഓരോരോ മുഖവും ഞാൻ കണ്ടല്ലോ. രക്ഷയില്ല, രക്ഷയില്ല ഇവിടെ നിന്നാർക്കും. ഡോക്കു സസാക്കോ കോട്ടയിലെ രാജാവ് ഹിരാട്ടോ കോട്ടയിലേക്ക് ന്യൂ ഇയർ ആശംസകൾ അയച്ചിരിക്കുന്നു. അതിനർത്ഥം ഈ രണ്ട് കോട്ടയിലെ രാജാക്കന്മാർ തമ്മിൽ സൗഹൃദത്തിലാകുന്നു എന്നതാണ്. ഇതെനിക്ക് ഉപകാരപ്പെടും.
വേറെന്തെല്ലാമാണ് പറയാനുള്ളത് അതും കൂടി ചൊല്ലാമോ ചേട്ടാ? കൊല്ലണോന്നോ തിന്നണോന്നോ നീ തന്നെ പറ, എന്നാലും ആർക്കും രക്ഷയില്ല. കൊമാൻസൂടെ ചേട്ടനോ? എനിക്ക് ഇത്തവണ വീട്ടിലേക്ക് വരാൻ കഴിയില്ല. ഇവിടുത്തെ ഹെഡ്മാസ്റ്ററും ഹിമുഹിമുവും കഫറ്റേരിയയിലെ അമ്മായിയും കൂടി ന്യൂ ഇയർ നിഞ്ചിറ്റ്സു അക്കാഡമിയിൽ തന്നെ ആഘോഷിക്കാൻ പോവുകയാണ്. ഇതാണ് നിഞ്ചിക്സോ അക്കാദമി ആക്രമിക്കാനുള്ള ഏറ്റവും നല്ല അവസരം. പോസായി ചേട്ടൻ സന്തോഷമായി. അപ്പൊ പരസ്പരം അയക്കുന്ന ന്യൂ ഇയർ സന്ദേശങ്ങളെല്ലാം ഇവർ മോഷ്ടിക്കുകയാണല്ലേ? യമട സെൻസേ, ആ ഹപ്പൂസായെ നമുക്ക് പിടിക്കണം. ശരി. ടകുടു 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 ടകുടു. അയ്യോ, ഹപ്പോസായി, ന്യൂ ഇയർ ആയിട്ട് നീ എന്താ ഇവിടെ? നിഞ്ചിക്സോ അക്കാദമിയിൽ നിങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മനസ്സിലായോ? അതെങ്ങനെ നീ അറിഞ്ഞു? നിങ്ങളുടെ ഈ മണ്ടൻ ജോലിക്കാരൻ കുമാച്ചുള്ള അവന്റെ അച്ഛനും അമ്മയ്ക്കും അയച്ച ന്യൂ ഇയർ സന്ദേശം ഇപ്പോൾ എന്റെ കൈവശമുണ്ട്. കൊമാറ്റ്സുടെ മോനെ, നീ അച്ഛനും അമ്മയ്ക്ക് സന്ദേശമൊക്കെ അയച്ചായിരുന്നോ? ആ, അയച്ചായിരുന്നു. താനെന്താണോ ചെണ്ട കൊട്ടുന്നത്? ഈ ചെണ്ട കൊട്ടുന്നതോ എന്റെ പടയാളികൾക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ. അയ്യോ, എല്ലാവരും തയ്യാറല്ലേ? ആക്രമിക്കൂ! ടോക്കിട്ടാക്ക കോട്ടയിൽ നിന്നും ഈ വർഷം കൊടുക്കുന്ന ഒന്നാം സമ്മാനം എന്താണെന്ന് അറിയാമോ? ഈ കളിക്കുന്ന കുതിരയാണ്. ആ സമ്മാനം താൻ തന്നെ വെച്ചു. ഇപ്പൊ വീട്ടിൽ പോകാൻ നോക്ക്. ഇനി കുറച്ചു നേരം കൂടെ താൻ ഇവിടെ നിന്ന് വിവരം അറിയും. അയ്യോ, ഞാൻ പോക്കോളാമേ. എമടാ സെൻസേ, ഡോയ് സാറേ, നിങ്ങളും മിടുക്കന്മാരാട്ടോ. ഇന്നത്തെ കഥ നിഞ്ച സ്കൂളിൽ മഞ്ഞു പെയ്യുമ്പോൾ. മഞ്ഞ്. ഷിംബേ, മഞ്ഞ് പെയ്യുന്നത് നോക്കിയടാ. പുറത്തുപോയി നമുക്ക് കളിക്കാം. ഷിംബേ, പുറത്തുപോയി മഞ്ഞിൽ കളിക്കേണ്ട സമയത്ത് നീ എന്താ ഈ മീനിന്റെ ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്നത്? ഇത് തായ്ലൻഡിലെ ന്യൂ ഇയറിന്റെ സമയത്ത് ഇടുന്ന ഒരു ഡ്രസ്സാണ്. ഇതിട്ട ഭാഗ്യം വരുന്ന പറയുന്നത്. മാത്രല്ല ഇതിട്ട ചൂടും കിട്ടും. കിടന്നുറങ്ങാതെ വേണം നമുക്ക് കളിക്കാം. നീ വന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. ന്യൂ ഇയർ ആയിട്ട് ഇവനെ കുറിച്ച് കൂടുതൽ വണ്ണം വെച്ചൊന്ന് സംശയം. അതെന്താന്നോ, ന്യൂ ഇയർ ആയിട്ട് കഫറ്റീരിയ അമ്മായി ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കൊറേ കഴിച്ചായിരുന്നു. പിന്നെ വണ്ണം വെക്കൂലേ? എന്നാ പിന്നെ തുടങ്ങല്ലേ? കുറച്ചൊക്കെ പുറത്തുപോയി കളിക്കുകയാണെങ്കിൽ നിന്റെ ശരീരം പഴയ പോലെ ആവും. എന്തു ഭംഗിയാണല്ലേ കാണാൻ. ഇപ്പൊ കണ്ടാ നമ്മുടെ സ്കൂളാണെന്ന് പോലും പറയില്ല അല്ലേ? ശരിയാണ്, എവിടെയാണെന്ന് പോലും മനസ്സിലാവണില്ല. എവിടെ നിന്നാ എനിക്ക് വഴി തെറ്റി പോകുന്നു തോന്നുന്നു. ഇതാ പോകുന്നത് 3ാം ക്ലാസ്സിലെ സുഖിയ ചേട്ടനും കൻസാക്കി ചേട്ടനും അല്ലേ? അവർക്ക് ഇപ്പോഴും വഴി തെറ്റിയെന്നാ തോന്നുന്നേ. സാധാരണ സ്ഥലത്തന്നെ അവർക്ക് വഴി തെറ്റും, പിന്നെ മഞ്ഞൾ തെറ്റാണ്ടിരിക്കോ? ഒരു സഹായം ചെയ്യണം. ഞങ്ങൾക്ക് വഴി തെറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതെപ്പോഴും തെറ്റാറില്ലേ? ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ എന്തീ പറയുന്നത്? ഞങ്ങൾക്ക് വഴി നന്നായിട്ട് അറിയാം. ഇത് നമ്മുടെ നിഞ്ച സ്കൂളിലെ കളിക്കുന്ന മൈതാനമല്ലേ? അവിടെ നിന്നാണ് നമ്മൾ വരുന്ന വഴി. അവിടെയാണ് ലൈബ്രറി, അവിടെയാണ് ബയോളജി ക്ലാസ്, അവിടെയാണ് വരുന്ന സ്ഥലം, അവിടെയാണ് ഗേറ്റ്, അവിടെയാണ് ബയോളജി ക്ലാസ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി?
സനാസുക്കെ ഇവന്മാര് പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പോയി വല്ലതും കഴിക്കാൻ നോക്കാം. അല്ല പിന്നെ ഇവന്മാര് പറയുന്ന എന്തിനാ കേട്ടുക്കുന്നേ? ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എന്താ അവിടെയാട്ടോ. ഒരിക്കലും വഴി കണ്ടുപിടിക്കാതെ ഇവന്മാരെങ്ങനെയാ മഞ്ഞത്ത് വഴി കണ്ടുപിടിച്ചെന്ന് എന്റെ സംശയം. ചിലപ്പോ വഴി കാണിക്കുന്ന ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കും ഇവർക്ക് വഴി മനസ്സിലാവുന്നത്. അത് ശരിയാ. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നമുക്ക് അവരുടെ കൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാടാ. ഇനി നീ ഭക്ഷണം കഴിച്ച ഇനിയും തടിക്കും ശിംബേ. പിടിച്ചോടാ. നോക്ക്. മഞ്ഞ് കൊണ്ടുള്ള തല്ലുപിടുത്തോ? ഇന്നാ പിടിച്ചോ. അതോ മഞ്ഞോടുള്ള ഷട്ടിലുകളിയാണോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ആരാ? ഞാൻ 6ാം ക്ലാസ്സിലെ ബഞ്ചിറോ ഷിയോയിയാടാ. ഞാൻ കെമാറ്റോമേ സബുറ. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നേ? ഞങ്ങൾ ഇതുകൊണ്ട് ഇവിടത്തെ കുറച്ച് മഞ്ഞൊക്കെ മാറ്റി ഇവിടമെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു വന്നതായിരുന്നു. പക്ഷെ ഇവര് കളിച്ചോണ്ടിരിക്കുന്നല്ലോ. ഈ മഞ്ഞ് കാണുമ്പോ നിനക്ക് മാത്രമേ കളിക്കാൻ തോന്നത്തുള്ളൂ. നിന്നെ ഞാൻ തോൽപ്പിക്കൂടാ. അതിന് നീ വേറെ ജനിക്കണം. കുറച്ചുമുനെ ഞങ്ങൾ ആ തൂവലുള്ള സാധനം വെച്ചൊക്കെ കളിച്ചായിരുന്നു. അത് ചീത്തയാക്കിയെങ്കിലും ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും. എനിക്കിതിനെ തോൽപ്പിക്കാൻ ആ തൂവലുള്ള സാധനത്തിന്റെ ആവശ്യമില്ലടാ. ഓ, അപ്പൊ നിങ്ങൾ ഇവിടെ ശരിക്കും ഷട്ടിൽ കളിക്കായിരുന്നല്ലേ? ടോമി സബറോ, ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും വാ. ന്യൂ ഇയർ ആയിട്ട് ഇന്ന് ഞാൻ നിന്നെ തോൽപ്പിക്കും. സംശയമുണ്ടോ നിനക്ക്? എന്നെ തോൽപ്പിക്കാൻ നീ വളർന്നിട്ടില്ലെന്ന്. പിടിച്ചോടാ. അയ്യോ പിള്ളേര്. ഇപ്പൊ ചത്തേനെ. ഭക്ഷണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഇതെന്താ അത്? സ്പെഷ്യൽ അട്രാക്ഷനോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹേ ഡായു, 4ാം ക്ലാസ്സിൽ അയാബി ഉണ്ടല്ലോ കൂടെ. വാ കേറി നോക്ക്. ഇതെന്താ സംഭവം? ഇതൊരു അടിപൊളി സംഭവമാടാ, നീ നോക്കിക്കോ. ഞങ്ങളെ വെച്ച് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? ഈ പെട്ടിയിലിരുത്തി കുഴിച്ചുവിടാൻ പോവാണോ? ഇതാണ് ന്യൂ ഇയറിന് വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ അട്രാക്ഷൻ. സ്റ്റാർട്ട്. നമ്മളെ ഇങ്ങ് സ്വർഗത്തിലേക്ക് എത്തിക്കാനായിരിക്കും ഹേദായിന്റെ പ്ലാൻ. ആ അയാബേനെ കൂടെ കണ്ടപ്പോഴേ ഞാൻ ഇത് ഊഹിക്കേണ്ടതായിരുന്നു. മനുഷ്യന്റെ പ്രാണം പോയി. ഷിംബയുടെ വണ്ണം കുറഞ്ഞല്ലോ. ശരിയാടാ, ആ സാധനത്തിൽ കയറി ഛർദിച്ചപ്പോ എന്റെ വണ്ണൊക്കെ കുറഞ്ഞു. അതെ അതെ അതെ. കുറച്ചുകൂടി വണ്ണം കുറഞ്ഞാൽ എന്നെ പോലെ സുന്ദരനാകാം. എന്നെ പോലെ സൗന്ദര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ കറക്കം നോക്ക്, എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നിങ്ങളുടെ സ്നേഹത്തിന് വളരെ നന്ദി. ഞാനാണ് 4ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ് ടൈര. എന്റെ ഈ വസ്ത്രവും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. എന്റെ അമ്മയോ മരിച്ചേട്ടാ, ഇതിട്ട് തണുക്കണില്ലേ? കുറച്ചൊക്കെ. കുറച്ച് തണുക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ് ഇട്ടിട്ട് എനിക്ക് തണുത്ത് ചാകാറായടാ മക്കളെ. ഡ്രസ് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നല്ലേ? എന്തു പറ്റി ഷിംബേ? എന്തോ ഒരു നല്ല മണം അവിടുന്നാ വരുന്നത്. ഞങ്ങളും വരുന്നതാ. മഞ്ഞ് മനുഷ്യരാൻ തോന്നണു. ഇത് ഇവരായിരുന്നോ? കുക്കുച്ചി ഹേസുക്കോ ചേട്ടൻ, തക്കി ഹൈമിനോ ചേട്ടൻ, ഹമാ കൈമിനോ ചേട്ടൻ. വാ വാ, കേറി വാ മക്കളെ. തണുപ്പത്ത് കുറച്ച് ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോവാം. കേറി പോരെ. ഷിംബേ, ഇങ്ങനെ തിന്നാ ഇനിയും തടി വെക്കുവേ? തടി വെച്ചാലും കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നല്ലേ? അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും കുറച്ച് അലുവ വേണോ? വേണം. എന്റെ കയ്യിൽ കുറച്ച് പനീറുണ്ടായിരുന്നു. അടിപൊളി.
ഇന്നത്തെ കഥ യമഡ സെൻസെ ന്യൂ ഇയറിന് കണ്ട സ്വപ്നം. ഷിംബേ എഴുന്നേൽക്ക്. ഷിംബേ കിൽമാരോ. ശബ്ദം ഉണ്ടാക്കാണ്ട് നിന്നെയൊക്കെ എഴുന്നേപ്പിക്കാന്ന് വെച്ചാ സമ്മതിക്കൂലല്ലേ? കിടന്നുറങ്ങാണ്ട് എഴുന്നേക്കടാ മൂന്നെണ്ണോ. ചേട്ടാ, നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെന്താ തമാശ കളിക്കുകയാണോ? തമാശയൊന്നുമല്ല, സീരിയസ് ആണ്. ഇപ്പൊ എത്ര സമയം വല്ല ഐഡിയ ഉണ്ടോ ചേട്ടന്? രാത്രി മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന കൊച്ചു പിള്ളേരെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണാവൂലേ ചേട്ടന്? ഞങ്ങള് ചേട്ടനോട് എന്ത് തെറ്റ് ചെയ്തിട്ടേ ചേട്ടാ? കിരുമാരു, ഇത് ചിലപ്പോ പൈസ കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിക്കണോ പോണോന്ന് നീ തന്നെ പറയും. ചേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു ചേട്ടാ. ഷിൻബേ, നിനക്ക് കുറച്ച് ചിക്കൻ നൂഡിൽസ് കിട്ടിയാലോ? ചിക്കൻ നൂഡിൽസോ? ചിക്കൻ നൂഡിൽസ് മേടിച്ചു വാങ്ങി ചേട്ടനെ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ? റാൻറ്ററോ, കിരുമാരോ, ഷിൻബേ, പറയേട്ടാ. നിങ്ങൾ മൂന്നുപേരും എന്താ ചേട്ടാ, വല്ലതും സീരിയസ് ആയിട്ട് പറയാൻ പോവാണോ? എന്റെ അച്ഛനെ പറ്റിയുള്ള ഒരു രഹസ്യം അറിയാൻ നിങ്ങൾ സഹായിക്കണം. അച്ഛനോ? യമഡ സെൻസൈ അല്ലേ അത്? അതെ, യമഡ ഡെൻസോയെ പറ്റിയുള്ള രഹസ്യം. യമഡ സെൻസയ്ക്ക് രഹസ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ചിലപ്പോ ആരും അറിയാതെ യമഡ സെൻസൈ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കുന്നുണ്ടാവും. ചിലപ്പോ ആരും അറിയാതെ യമഡ സെൻസെ ഒരുപാട് കാശ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതൊന്നും ആയിരിക്കില്ലടാ. പിന്നെന്താ? നിങ്ങൾക്കത് അറിയണമെന്ന് തോന്നുന്നില്ലേ? ഞങ്ങൾക്കറിയണം. പറയ്, എന്താണ് സെൻസയുടെ രഹസ്യം? എന്റെ അച്ഛന് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമുണ്ട്. ന്യൂ ഇയറിന് എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും. ഈ എഴുതി വെക്കുന്ന കാര്യം ന്യൂ ഇയറിന് ആദ്യമായിട്ട് സ്വപ്നം കാണാനല്ലേ? അതെ, പക്ഷേ അച്ഛൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് ഇതുവരെ ഞങ്ങളോട് ആരോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അച്ഛാ, ഈ വർഷം ന്യൂ ഇയറിന് അച്ഛന്റെ ആഗ്രഹം എന്താ? റിക്കിച്ചി, നിനക്കത് അറിയണോ? ആ, അത് ഞാൻ പറയൂല. നിങ്ങൾക്കൊന്നും ഈ ന്യൂ ഇയറിന് പുതിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ലേ? ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടിയ കൊള്ളാം, കുറച്ച് പൈസ കിട്ടിയാ കൊള്ളാം, നല്ല ഫുഡ് കിട്ടിയാ കൊള്ളാം. പക്ഷേ യമഡ സെൻസയ്ക്ക് ഇങ്ങനെ പേപ്പറിൽ എഴുതി സ്വപ്നം കാണാൻ മാത്രം അതിലെന്താണാവോ? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. എനിക്ക് തോന്നുന്നത് റിക്കിച്ചി ചേട്ടനും സെൻസയും കൂടെ നിധി കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും സ്വപ്നമായിരിക്കും എന്നാണ്. റിക്കിച്ചി, ഞങ്ങളങ്ങനെ പരസ്പരം കെട്ടിപ്പിടിക്കാറൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് യമഡ സെൻസയും റിക്കിച്ചി ചേട്ടൻ ടൂറ് പോയിട്ട് പുഴയിൽ കുളിക്കുന്ന സ്വപ്നാണെന്നാണ്. അച്ഛാ, എന്നെ ടൂർ കൊണ്ടുവന്നതിനും പുഴയിലിറക്കിയതിനും ഒരുപാട് ഒരുപാട് നന്ദി. നമ്മൾ അച്ഛനും മകനും കൂടി ഇടയ്ക്കൊക്കെ ടൂർ പോകുന്നത് നല്ല കാര്യമല്ലേ? അത് പിന്നെ ഉറപ്പായിട്ടും നല്ല കാര്യമല്ലേ? അതുമാത്രമല്ല, ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി പുഴയിലിറങ്ങിയിട്ടും ടൂറിനൊക്കെ വന്നിട്ടും ഒരുപാട് നാളൊക്കെ ആയില്ലേ? എനിക്ക് തോന്നുന്നത് പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ പോയിട്ടുണ്ടെന്നാ. അത്രയും കാലം ആയോടാ? പക്ഷെ ഇപ്പൊ വന്നില്ലേ? അതൊന്നും ആയിരിക്കില്ലെന്നേ. എനിക്ക് തോന്നുന്നത് യമഡ സെൻസി റിക്കിച്ചി ചേട്ടൻ ഒരുമിച്ച് നിഞ്ചയാവുന്ന സ്വപ്നം കണ്ടതെന്ന്. റിക്കിച്ചി, ഓരോ ചൂടും ശ്രദ്ധിച്ചു വയ്ക്കണം റിക്കിച്ചി. ശരി അച്ഛാ. എടാ എടാ, എന്നിങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞ് കരയിക്കാനുള്ള പരിപാടിയാണോ? അതെ. റിക്കിച്ചി ചേട്ടാ, ഈ യമഡ സെൻസ് പേപ്പറിൽ എഴുതി തലയുടെ താഴെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അതോ, ഡോയ് സെൻസൈ ന്യൂ ഇയർ ആയിട്ട് വീട്ടിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ അക്കാഡമിയിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ 3 പേരും വേഗം പോയി ഈ ഡ്രസ് ഒന്ന് ഇട്ടുകൊണ്ട് വന്നേ. ഇതെന്തിന്റെ ഡ്രസ്സാ ചേട്ടാ? ഇതൊരു കുരങ്ങന്റെ വേഷമാണ്. നിങ്ങൾ ഇത് ഇട്ടിട്ട് റിക്കിച്ചി മോനെ. എന്താ അച്ഛാ? എന്താ നിനക്ക് വേണ്ടത്? അതച്ഛാ, കാട്ടിന്ന് കുറെ കുരങ്ങന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കൊരങ്ങന്മാരല്ലേ, അവരവിടെ നിന്നോട്ടെന്നേ, അവരെ ശല്യപ്പെടുത്താനൊന്നും പോകണ്ട. എങ്കിൽ ശരി.
അവരച്ഛന്റെ റൂമിൽ തന്നെ നിന്നോട്ടെ അല്ലേ? എന്താന്ന് റാൻറ്ററോ ഷിംബേ പോയി കിടന്ന് ഉറങ്ങടാ. അച്ഛനാള് കൊള്ളാട്ടോ. ഇത് അവരാണെന്ന് അച്ഛനെ എങ്ങനെ മനസ്സിലായി? ഒന്ന് പോയടാ. ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. റിക്കിച്ചി, ഇനി എന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തരുത്. കിരിമാരു, എന്റെ മുറിന്ന് ഇറങ്ങി പോടാ. അപ്പോ കിരിമാരുനെയും അച്ഛൻ കണ്ടുപിടിച്ചല്ലേ? അച്ഛൻ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. ചേട്ടൻ ഇത് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ചേട്ടൻ ഞങ്ങളുടെ ഉറക്കം കളഞ്ഞത്? എനിക്ക് ഉറക്കം വരുന്നു. എനിക്കും വരുന്നുണ്ട്. ഞങ്ങൾ ഇനി ഉറങ്ങിക്കോട്ടെ ചേട്ടാ. പ്ലീസ് ചേട്ടാ. പക്ഷെ എനിക്ക് ചിക്കൻ നൂഡിൽസ് വേണം. പിന്നെ ചേട്ടൻ തരാന്ന് പറഞ്ഞ പൈസയും വേണം. എന്നാ പിന്നെ എനിക്കൊരു ഗേൾഫ്രണ്ടും കൂടി കിട്ടിയ നന്നായിരുന്നു. അതെല്ലാം പിന്നത്തെ കാര്യം. ഇപ്പോ ആ പേപ്പറിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. യമഡ സെൻസയുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനാടാ? നോക്കി നിൽക്കാതെ വേഗം വായിക്ക്. വായിക്കട്ടെ. കിരിമാരു, നീ എന്തിനാടാ കരയുന്നേ? വിഷമുള്ള ആഗ്രഹമാണോ കിരിമാരു? എന്താടാ സെൻസയുടെ ആഗ്രഹം? എനിക്കിത് വായിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. ഹേ, വായിച്ചു നോക്ക്. റാൻഡരവും കിരിമാറും ഷിംബയും നന്നായി പഠിച്ച് 100-ൽ 100 വാങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. ഇതായിരുന്നോ എന്റെ അച്ഛന്റെ ആഗ്രഹം? യമഡ സെൻസൈ, ഇനി ഞങ്ങൾ നന്നായി പഠിച്ച് 100-ൽ 100 മാർക്ക് വാങ്ങിച്ചോളാം. ഉറപ്പാണല്ലോ? അതെ. എന്റെ അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. അച്ഛൻ ഈ പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഈ കുട്ടികൾ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ.